നമസ്കാരം സുഹൃത്തുക്കളെ. ചരിത്രത്തിലെ ചില വേദനിപ്പിക്കുന്ന നിമിഷങ്ങളെക്കുറിച്ചുള്ള ചില കുറിപ്പുകളാണ് ഞാനിന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുന്നത്. മതഭ്രാന്തനായ ഔറംഗസേബ് ഛത്രപതി സാംഭാജിയെ പീഡിപ്പിച്ച് കൊല്ലുന്നതിന് മുമ്പ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഔറംഗസേബ് ചോദിക്കുന്നു, നിന്റെ ആത്മാവിനെ ശരീരത്തിൽ നിന്ന് എടുക്കും മുമ്പ് അവസാന ചോദ്യം, എന്താണ് സ്വരാജ്? അതിനുവേണ്ടി നീ മരിക്കാൻ തയ്യാറായല്ലോ, എവിടെ പോയി നിന്റെ സ്വരാജ്? അപ്പോൾ ഛത്രപതി സംഭാജി പറയുന്ന ആ മറുപടി ഈ ഭാരതത്തെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചവർക്ക് മാത്രം മനസ്സിലാവുന്ന ഒന്നാണ്. ഈ മണ്ണിൻ്റെ ഓരോ തരിയിലും നമ്മുടെ ആത്മാവിനെ കണ്ടെത്തുന്ന, നമ്മുടെ തന്നെ സ്വന്തം ചൈതന്യത്തെ കണ്ടെത്തുന്ന, ശൈവ ശാക്തേയ വൈഷ്ണവമായ ആ സ്പന്ദനങ്ങളെ കണ്ടെത്തുന്ന, ഓരോ നദിയിലും ഓരോ പർവ്വതത്തിലും ഓരോ മരത്തിലും എല്ലാം ആ ചൈതന്യത്തെ കണ്ടെത്തുന്ന ആ ഒരു ദേശാഭിമാനിക്ക്, ഒരു ദേശീയവാദിക്ക്, ഒരു ഭാരതീയന് മാത്രം മനസ്സിലാവുന്ന ആ മറുപടി ഇങ്ങനെയായിരുന്നു. ഛത്രപതി സംഭാജി പറയുന്നു, സഹ്യാദ്രിയുടെ മലനിരകളിൽ, ഗോദാവരിയുടെ ഓളങ്ങളിൽ, റായ്ഗഡിന്റെ മണലുകളിൽ, ജൽനയുടെ തെരുവുകളിൽ, നാസിക്കിലെ വായുവിൽ, കൊങ്കണിന്റെ കോണുകളിൽ, മാതാ ഭവാനിയുടെ ചരണങ്ങളിൽ ലക്ഷക്കണക്കിന് മറാത്തകളുടെ രക്തത്തിലും ശ്വാസത്തിലുമുണ്ട് സ്വരാജ്. നീ നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന സ്വരാജ് ഒരു രാജ്യമല്ല, അത് ഛത്രപതി ശിവാജി മഹാരാജ് വിഭാവനം ചെയ്ത ആദർശമാണ്, ലക്ഷ്യമാണ്. ആ ഒരു മറുപടി ഈ മണ്ണിനെ പുണ്യഭൂമിയായും ജന്മഭൂമിയായും മോക്ഷഭൂമിയായും കാണുന്ന ഒരു ഭാരതീയന് മാത്രം മനസ്സിലാവുന്ന ഒരു മറുപടിയാണത്. ആ ഛത്രപതി സംഭാജിയെ എത്രമാത്രം പീഡിപ്പിച്ചാണ് കൊന്നത് എന്നതിനെക്കുറിച്ച് എൻ്റെ സുഹൃത്ത് പ്രേം ശൈലേഷ് ഇന്ന് കുറിച്ച ഒരു കുറിപ്പ്. ഛാവയിൽ ഛത്രപതി സംഭാജിയുടെ വീരമരണമാണല്ലോ ചർച്ച. വാസ്തവത്തിൽ അദ്ദേഹം നേരിട്ട യാതനകളുടെ 30% മാത്രമേ സിനിമയിൽ കാണിച്ചിട്ടുള്ളൂ. അദ്ദേഹത്തെ എങ്ങനെയാണ് ഔറംഗസേബ് ദ്രോഹിച്ചത് എന്നറിയുമ്പോഴാണ് വിദ്യാഭ്യാസ മേഖലയിൽ എത്രമാത്രം വലിയ അട്ടിമറി നടന്നിരുന്നു എന്ന് നമുക്ക് ബോധ്യമാവുന്നത്. അന്ന് കൊലപാതകർക്ക് ധരിപ്പിക്കുന്ന ഒരു തരം മരത്തൊപ്പി ധരിപ്പിച്ചാണ് സംഭാജിയെ ഔറംഗസേബിന് മുമ്പിൽ ഹാജരാക്കുന്നത്. തക്ത കുലാഹ് എന്നാണ് ഈ തൊപ്പിയുടെ പേര്. അദ്ദേഹത്തെ ഹാജരാക്കുന്ന സമയം ഘോഷവാദ്യങ്ങൾ മുഴങ്ങണമെന്നും അത് കാഫിറുകളെ തകർക്കുമെന്നും അദ്ദേഹം ചിന്തിച്ചിരുന്നു. അങ്ങനെയാണ് സംഭാജിയെ കൊണ്ടുവരുന്നത്. ചങ്ങലക്കിട്ട സംഭാജിയെ കവി കലാഷിനോടൊപ്പം സൈനിക താവളത്തിൽ മുഴുവനും നടത്തിച്ച് ഭടന്മാരെ കൊണ്ട് കൂകി വിളിപ്പിച്ചിരുന്നു. ആ കാഴ്ച കണ്ട് ഔറംഗസേബ് മുട്ടുകുത്തി ആകാശത്ത് നോക്കി അയാളുടെ സർവശക്തനായ ദൈവത്തിന് ഇങ്ങനെയൊരു കാഴ്ച നൽകിയതിന് നന്ദി പറഞ്ഞു. മറാത്ത നിധികളെക്കുറിച്ച് റോഹില ഖാൻ സംഭാജിയോട് ചോദിക്കുന്നുണ്ട്. ഞാനിവിടെ കിടന്നു മരിച്ചാലും ശരി, ഈ അധമന് ഒരൊറ്റ വിവരവും ഞാൻ നൽകില്ല എന്നാണ് സംഭാജി അവരുടെ മുഖത്ത് നോക്കി പറഞ്ഞത്. ഇത്രയും പീഡിതനായിട്ടും സംഭാജി കൂടെയുള്ളവരെ ഒറ്റിക്കൊടുത്തില്ല എന്ന് മാത്രമല്ല, സ്വരാജിന്റെ നിധികളുടെ സ്ഥാനവും പറഞ്ഞു കൊടുത്തില്ല. മതം മാറിയാൽ നിനക്ക് സുഖമായി ജീവിക്കാം എന്ന ഔറംഗസേബിന്റെ വാഗ്ദാനം സ്വീകരിക്കാത്തതിന് സംഭാജിയുടെ കണ്ണുകൾ ചൂഴ്ന്നെടുക്കുകയാണ് ഉണ്ടായത്. കവി കലാഷിന്റെയും കണ്ണുകൾ കുത്തിപ്പൊട്ടിച്ചിരുന്നു. ശേഷം കൂടി നിന്ന മുഗൾ പടയാളികൾ അദ്ദേഹത്തിന്റെയും കവിയുടെയും നേർക്ക് കല്ലുകൾ വാരിയെറിഞ്ഞു. കുള്ളനായ ഒരൊട്ടകത്തിന്റെ പുറത്ത് കയറ്റി വാദ്യഘോഷങ്ങളോടെ റോന്ത് ചുറ്റിച്ച് അപമാനിച്ചു. കവി കലാഷിന്റെ നാക്കുകളും സംഭാജിയുടെ നാവും പിഴുതെടുക്കാൻ ഔറംഗസേബ് ഉത്തരവിട്ടു. മരപ്പലക മുതുകിൽ കയറ്റി ഭാരമുള്ള ചങ്ങലകളായിരുന്നു സംഭാജിയുടെ മേൽ ഉണ്ടായിരുന്നത്. അങ്ങനെ തന്നെ നിൽക്കെ അദ്ദേഹത്തിന്റെ കൈകൾ വെട്ടിമാറ്റപ്പെട്ടു. മുറിച്ചു മാറ്റപ്പെട്ട മാംസങ്ങളിൽ ചില ഭാഗം നായകൾക്ക് നൽകാൻ ഉത്തരവ് നൽകി ആ മതഭ്രാന്തൻ. തലയുയർത്തിയ അതിനെയെല്ലാം നേരിട്ട സംഭാജി കീഴടങ്ങാത്ത ഹിന്ദു രണവീര്യത്തിന്റെ പ്രതീകമായി നിന്ന ആ മഹാവീരന്റെ ശിരസ് ഛേദിക്കാനും ഒടുവിൽ ആജ്ഞയായി. ഛേദിക്കപ്പെട്ട മഹാരാജന്റെ ശിരസ് ഒരു കുന്തത്തിൽ കോർത്ത് പ്രദർശിപ്പിക്കപ്പെട്ടു. ശരീരഭാഗങ്ങളെ പലതായി വെട്ടിനുറുക്കി ഭീമാ നദിയിലേക്ക് എറിഞ്ഞു. സംഭാജിക്ക് ഒരു സ്മാരകം പോലും ഉയരരുത് എന്ന ചിന്തയായിരുന്നു അതിന് കാരണം. മറ്റൊരു മറാത്ത പടയാളിയും തന്റെ നേർക്ക് നേരെ ഇനി തലയുയർത്തി നിൽക്കാൻ ധൈര്യപ്പെടരുത് എന്ന താക്കീതായിരുന്നു അയാളുടെ ലക്ഷ്യം. ഇതെല്ലാം തന്നെ അയാളുടെ കൊട്ടാരം ചരിത്രകാരന്മാർ തന്നെ അഭിമാനപൂർവ്വം എഴുതിവെച്ച കാര്യങ്ങളാണ്.
മസിരി ആലംഗിരി എന്ന ഔറംഗസേബിന്റെ ജീവചരിത്രത്തിൽ ഇതെല്ലാം അയാൾ നേടിയ നേട്ടങ്ങളായിട്ടാണ് കാണുന്നത്. ഭീമാ നദിയിൽ ഒഴുക്കിവിട്ട സംഭാജിയുടെ ശരീരഭാഗങ്ങൾ ഗ്രാമവാസികളിൽ പലരും ചേർന്നാണ് മുങ്ങിത്തപ്പിയെടുത്ത് കൂട്ടിയോജിപ്പിച്ച് സംസ്കരിച്ചത്. ഇത്രയേറെ പീഡനങ്ങൾ സഹിച്ചപ്പോഴും സംഭാജി മതം മാറാതെ സ്വധർമ്മത്തിൽ ഉറച്ചു നിന്നതുകൊണ്ടാണ് അദ്ദേഹത്തെ ധർമ്മവീർ എന്ന് അഭിസംബോധന ചെയ്യുന്നത്. സംഭാജിയുടെ മരണശേഷം എന്ത് സംഭവിച്ചു? ദക്ഷിണ ഭാരതം മുഴുവൻ പിടിക്കാൻ വന്ന ഔറംഗസേബിന്റെ കണക്കുകൂട്ടലുകൾ ഒക്കെ തെറ്റി. കുന്തത്തിൽ കോർത്ത് സംഭാജിയുടെ ശിരസ് പ്രദർശിപ്പിച്ചത് മറാത്തകളെ ഭയപ്പെടുത്തുന്നതിന് പകരം ക്രുദ്ധരാക്കുകയാണ് ചെയ്തത്. ഇതോടുകൂടി മറാത്തകൾ ഒന്നിച്ചു നിന്ന് വലിയ ശക്തിയായി മാറിയ മറാത്തകളെ നേരിടാൻ പിന്നീട് ഒരിക്കലും അയാൾക്ക് എന്നല്ല പിന്നീട് മുഗളർക്ക് ആർക്കും കഴിഞ്ഞിട്ടില്ല. ഛത്രപതി സംഭാജിയുടെ ശിരസറ്റ അതേ നിമിഷം തന്നെ കാലം മുഗൾ സാമ്രാജ്യത്തിന്റെ ഭാവിയുടെ ശിരസും അറുത്തു കളഞ്ഞിരുന്നു. ഇതാണ് സംഭാജിയുടെ ബലിദാനം കൊണ്ട്, രക്തസാക്ഷിത്വം കൊണ്ട് സംഭവിച്ചത്. സംഭാജി അവിടെ രക്തസാക്ഷിത്വം വഹിക്കുമ്പോൾ മറാത്തയുടെ സിംഹാസനത്തിൽ അദ്ദേഹത്തിന്റെ സഹോദരൻ രാജാറാമിനെ വാഴിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ ഈ രാജാറാമിന്റെ ആ രാജവാഴ്ചയുടെ കാലം ഒരു വളരെ ചെറിയ കാലഘട്ടമായിരുന്നു. അദ്ദേഹത്തിന്റെ പത്നിയായ താരാഭായ് ഭോൺസ്ലെയാണ് പിന്നീട് സിംഹാസനത്തിൽ വന്നത്. അദ്ദേഹത്തിന്റെ മകനായ ശിവാജി രണ്ടാമനെ ഈ താരാഭായ് ശിവജി രണ്ടാമന്റെ റീജന്റായിട്ടാണ് ഭരണമേൽക്കുന്നത്. അന്ന് മുഗളന്മാർ 1700 രാജാറാം ഒന്നാമന്റെ മരണശേഷം ആനന്ദത്തിന്റെ വാദ്യങ്ങൾ മുഴക്കാൻ ഉത്തരവിടുന്നുണ്ട്. കാരണം പിന്നീട് മറാത്ത രാജ്യത്തിന് പിന്നീട് അവകാശികൾ ഇല്ല എന്നാണ് മുഗളന്മാർ അന്ന് കരുതിയത്. ഈ റീജന്റായി ഭരണമേറ്റ ഈ വെറും 25 വയസ്സ് മാത്രമുള്ള യുവതിയായ ഈ രാജ്ഞി എന്ത് ചെയ്യാനാണ് എന്നാണ് അവർ വിചാരിച്ചത്. പക്ഷേ ഈ മുഗൾ സാമ്രാജ്യത്തെ ഞെട്ടിച്ചുകൊണ്ട് താരാഭായ് ഭോൺസ്ലെ വളരെ കിടയറ്റ ഒരു ഭരണാധികാരിയാണെന്ന് പിന്നീട് തെളിയിച്ചു. പിന്നീട് മുഗൾ കൊട്ടാരത്തിലെ ചരിത്രകാരനായ ഖാഫി ഖാൻ തന്റെ മുൻതഖാബ അൽ ലുബാബ് എന്ന പുസ്തകത്തിൽ ഈ താരാഭായിയെ കുറിച്ച് എഴുതിയത്, 2 കൊച്ചുകുട്ടികളെയും ഒരു നിസ്സഹായയായ സ്ത്രീയെയും മറികടക്കുക എന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമല്ലെന്ന് മുഗളന്മാർക്ക് തോന്നി. അവരുടെ ശത്രു ദുർബലരും നിന്ദ്യനും നിസ്സഹായനുമാണെന്ന് അവർക്ക് തോന്നി. എന്നാൽ രാജാറാമിന്റെ ഭാര്യ വലിയ ആജ്ഞാശക്തിയും ഭരണശക്തിയും കാണിച്ചു. അവർക്കിടയറ്റ ഒരു ഭരണാധികാരിയായിരുന്നു. ചെറുപ്പത്തിൽ തന്നെ എല്ലാവിധ ഒരു രാജ്ഞിക്ക് വേണ്ട എല്ലാ ശീലങ്ങളും, കുതിരപ്പട, അമ്പെയ്ത്ത്, അങ്ങനെ എല്ലാം പഠിച്ചിരുന്ന ഒരു സ്ത്രീയായിരുന്നു ഈ താരാഭായ്. അതുകൊണ്ട് തന്നെ ഈ മുഗൾ സാമ്രാജ്യത്തിന്റെ ദൗർബല്യങ്ങൾ, അവർ ഇങ്ങോട്ട് പ്രയോഗിച്ച അതേ കാര്യങ്ങൾ എങ്ങനെയാണ് എതിരാളികളുടെ കൂട്ടത്തിൽ നിന്ന് അവർ കൈക്കൂലി കൊടുത്ത് ഈ ഉദ്യോഗസ്ഥന്മാരെ കൈക്കലാക്കുന്നത് എന്നതുപോലെ തന്നെ ഈ താരാഭായിയും തിരിച്ച് ശത്രുക്കളോടും അതേ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് വളരെ ഭരണ നൈപുണ്യം കാണിച്ചുകൊണ്ട് അവർ ഈ ഒരു മറാത്ത സാമ്രാജ്യത്തെ നിലനിർത്തി വളരെ കാലം. ആ 1700 രാജാറാം ഒന്നാമന്റെ മരണശേഷം തന്നെ പതിച്ചു പോകേണ്ട മറാത്ത സാമ്രാജ്യത്തെ വീണ്ടും ഒരുപാട് വർഷങ്ങൾ ഈ താരാഭായ് ഭോൺസ്ലെ എന്ന രാജ്ഞി നിലനിർത്തി. അങ്ങനെ ഹിന്ദുവീര്യം ഉയർത്തിപ്പിടിച്ച ആ വീരവനിതയുടെയൊന്നും ചരിത്രം നമ്മുടെ പാഠപുസ്തകങ്ങളിൽ കാണുകയേയില്ല. നമ്മൾ എപ്പോഴും മുഗളന്മാരെ ഇങ്ങനെ വെള്ളപൂശിക്കൊണ്ടുള്ള ചരിത്രങ്ങളല്ലാതെ നമ്മളെ കുട്ടികളെ മറ്റൊന്നും പഠിപ്പിക്കാറില്ല. അങ്ങനെ ഒരുപാട് ഈ ഹൈന്ദവ ജനതയ്ക്ക് വേണ്ടി, ഹൈന്ദവന്റെ ആത്മവീര്യത്തിന് വേണ്ടി, ധർമ്മത്തിന് വേണ്ടി, നമുക്ക് വേണ്ടി പടപൊരുതിയ ഒരുപാട് രാജാക്കന്മാരും രാജ്ഞികളും ഒരുപാട് ആചാര്യന്മാരും സന്യാസി വര്യന്മാരുടെയും ഒക്കെയും ചരിത്രം ആ ചോരയിൽ ചവിട്ടി നിന്നുകൊണ്ട് നാം ഓർത്തെടുക്കണം. വീണ്ടും വീണ്ടും പറയണം. നമുക്ക് ആ പാരമ്പര്യമാണെന്ന് ഉറക്കെ പറയണം. രാഷ്ട്രായ സ്വാഹ ഇദം നമഃ.